സന്തോഷമായി എന്റെ വരംകുളത്ത് ശാസ്താവേ, എന്റെ വരംകുളത്ത് ശാസ്താവേ, വരംകുളത്ത് ശാസ്താവേ, എന്റെ വരംകുളത്ത് അങ്ങനെ കലിയുഗാവസ്ഥ എന്നിരിക്കുന്നതായ യുഗം പകർച്ചയെങ്കിൽ നിന്നിട്ടും അങ്ങനെ മർത്യന്മാരങ്ങനെയുള്ളതായ പരമാർത്ഥത്തിങ്കിൽ ഈ പ്രാപഞ്ചികമാകുന്നതായ വിഗ്രഹത്തെയൊക്കെതിരാലും ആരാധിച്ച് വച്ച് പരിപാലിച്ചു പോരുന്നതായി വേണമെങ്കിലൊക്കെതിരാലും അങ്ങനെ ഒന്ന് വീടും അല്ലെ തറവാടും ആധാരമായിട്ടും അങ്ങനെ ഇത് വേണ്ട അങ്ങനെ പ്രത്യക്ഷീകരിച്ചിരിക്കുന്നതായ പരമാർത്ഥങ്ങളൊക്കെതിരാലും തന്നെയാണല്ലോ എൻ്റെ ഓരക്കുളത്ത് ശാസ്താവേ, ഓരക്കുളത്ത് ശാസ്താവേ. വിശേഷമാകുന്നതായ അല്ലെ ഈ മണ്ണിനകത്ത് നിന്നിട്ടും മണ്ണിനകത്ത് മുൻഭേദമായിട്ടും അങ്ങനെ പാടിക്കെട്ടിക്കണ്ടിരിക്കുന്ന പരമാർത്ഥങ്ങളൊക്കെതിരാലും തന്നെയാണ് ഇത്ര ഇതുവരെങ്കിലും അകത്ത് ബന്ധിപ്പാൻ സാളഗ്രാമദേവനായിട്ടും പുറത്ത് ബന്ധിപ്പാൻ അവതാര വിഷ്ണുവായിട്ടും വിശ്വം നിറഞ്ഞിരിക്കുന്നതായി പരമ്പൊരുള് അങ്ങനെ നിലനിന്നിരിക്കുന്ന പരമാർത്ഥം ഒന്ന് കൂടിക്കാണുവാം. അതുകൊണ്ട് ചുരുക്കി കണ്ട് താരി പിടിക്കാം. എന്റെ ഒരക്കുളത്ത് ശാസ്താവേ, ഒരക്കുളത്ത് ശാസ്താവേ. അതുകൊണ്ട് ചുരുക്കി കണ്ട് താരി പിടിക്കുന്നത് കേട്ടോ. ഒരക്കുളത്ത് ശാസ്താവിന്റെ മന്ത്രവാദി ഓരക്കുളത്ത് ശാസ്താവിന്റെ മന്ത്രവാദി നന്നായിരിക്കട്ടെ. സന്തോഷമായി ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം. ഓരക്കുളത്ത് ശാസ്താവിന്റെ മന്ത്രവാദി ക്ഷേമം തന്നെയാണ്, സൗഖ്യം തന്നെയാണ്. ക്ഷേമത്തിന് വാട്ടം ഭവിച്ചുവോ ഓരക്കുളത്ത് ശാസ്താവിന്റെ മന്ത്രവാദി? കണ്ട മാത്രമെങ്കിൽ ഒരു അന്വേഷണം ചെയ്യണമല്ലോ ഭഗവാൻ അല്ലേ? അല്പമാത്രമാകുന്നതായ കാലാവസ്ഥ അങ്ങനെയുള്ളതായ ഇല്ലേ അനുഭവങ്ങളിൽ കൂടിയിട്ടും വെമ്പും ചൂടും ഒക്കെതിരാലും പാർവെന്ന് ഭവിച്ചിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴത്തേക്കിലെങ്ങനെ ക്ഷേമമുണ്ടോ? ഇല്ലും മണ്ണും മന ആധാരമായിട്ടും കുഞ്ഞുകിടാങ്ങൾക്കും രണ്ട് കൊമ്പും തലയുള്ളതായ വസ്തുക്കൾക്കൊക്കെ ധാരാളം എങ്ങനെ ക്ഷേമമുണ്ടോ? ക്ഷേമീക തൽപരൻ ഭഗവാൻ അല്ലേ ഒരക്കുളത്ത് ശാസ്താവിന്റെ മന്ത്രവാദി? ഏത് കാലത്തിങ്കൽ സിദ്ധിച്ച ഭാഗ്യം ഇത് അറിയോ അല്ലെ? പൂർവിക കാലം തൊട്ട് സിദ്ധിച്ചിരിക്കുന്നതായ ഒരു മഹത്തരമാകുന്നതായ ഒരു ഭാഗ്യം തന്നെ ഇത് ഇല്ലേ ഒരക്കുളത്ത് ശാസ്താവിന്റെ മന്ത്രവാദി? എടുത്തു തരട്ടെ അല്ലെ? കലി അങ്ങനെയുള്ളതായ കന്മഷങ്ങളെയൊക്കെ രാലും ദൂരീകരിച്ചു പോരുവാനായിട്ട് വിശ്വം നിറഞ്ഞിരിക്കുന്നതായ ഈ പാലാഴിവാസന്റേതാകുന്നതായ കടൽക്കൺ വീക്ഷണം കൊണ്ട് ധന്യമാക്കി തന്ന് പരിപാലിക്കാം കേട്ടോ. അതുകൊണ്ട് കണ്ട മാത്രമെങ്കിൽ ചൊല്ലി തന്നിരിക്കുന്നതായ നന്മൊഴി അത് പഴുതട്ടം വരുത്താട് തക്കവണ്ണം പരിപാലിച്ച് കണ്ടെടുക്കാം കേട്ടോ. അതുകൊണ്ട് നന്നായിരിക്കട്ടെ. ഗുണം വരണം, ഗുണം വരണം. ശേഷം അങ്ങനെ ഓരംകുളത്ത് ശാസ്താവിൻ്റെതാകുന്നതായ അല്ലേ അങ്ങനെ പ്രസാദങ്ങളുണ്ടോ? പൂകുന്നീരും അങ്ങനെയുള്ളതായ അനുഭവത്തിങ്കിൽ ഉണ്ടാവുക ചാർജ് പോരുവാനായിട്ട്. അലങ്കാര സ്വരൂപനാണല്ലോ അല്ലേ ഭഗവാൻ? എത്ര കണ്ട് അലങ്കരിച്ചാലും അല്ലെ ഭഗവാനെ എത്ര കണ്ട് അലങ്കരിച്ചാലും മതി വരില്ലല്ലോ അല്ലെ? ലേന്ത്രി ഇല്ലേ മന്ത്രവാദി? ചേർത്താറായിരിക്കട്ടെ. ആവട്ടെ. അങ്ങനെ വലുതാകുന്നതായ പരമാർത്ഥത്തിങ്കൽ നിന്നിട്ടും വിശ്വം ചമച്ചിരിക്കുന്നതായി നാരായണനെ അങ്ങനെ ഇല്ലേ നിങ്ങൾ എന്നിരിക്കുന്നതായ ഹൃത്തടത്തിങ്കൽ ചേർത്ത് വെക്കാറാവട്ടെ കേട്ടോ. അവിടെ ചാടിക്കളയാതെ തക്കവണ്ണം പരിപാലിച്ച് കണ്ടെടുക്കാം.
ഗുണം വരുത്തി രക്ഷിക്കാൻ ഗുണം വരണം. മൈത്തൊട്ടി തന്ത്രി ശേഷം ബാരിക്കട്ടപ്പൻ തന്ത്രിയിട്ട വേറിട്ട് തന്ത്രിമാരാരാനും ഉണ്ടാവുക എങ്ങനെ മൈത്തൊട്ടി തന്ത്രി അതുകൊണ്ട് മൈത്തൊട്ടി തന്ത്രി സന്തോഷമായി നന്നായിരിക്കട്ടെ. ഗുണം വരണം എങ്ങനെയുണ്ടോ ചൊല്ലിക്കഴിച്ചു പോരുവാനായിട്ട് തന്ത്രി സർവ്വതും മറിഞ്ഞൊരു പോരുപൊരുൾ തന്നെയല്ലേ തന്ത്രി. അവ വലുതാകുന്നതായ മണ്ണിനകത്തോട് ചേർത്ത് വെച്ച് പരിപാലിച്ചിട്ടുണ്ടില്ലേ. വിശേഷമായിട്ടും ഇന്നത്തെ സമന്വേദമായിട്ട് എൻ്റെ ഓരംകുളത്ത് ശാസ്താവ് അങ്ങനെയുള്ളതായ ഈ ഇല്ലേ നിഗമകൽപ്പവൃക്ഷ ചുവട്ടിങ്കൽ എങ്ങനെ ഭഗവാനുമൊത്തൊന്ന് ചേർന്ന് കാണുവാനുള്ളതായ ഒരു യോഗത്തെയൊക്കെ ഇതിനാലും സാധിപ്പിച്ചു തന്നു ഇല്ലേ മൈത്തൊട്ടി തന്ത്രി. സന്തോഷം തന്നെയല്ലേ. ആവട്ടെ കണ്ട മാത്രയെങ്കിലല്ലേ കലിയുഗാവസ്ഥയെങ്കിൽ നിന്നിട്ടും ഗുണം വരണം അങ്ങനെയുള്ളതായ നന്മൊഴിയെ ഭഗവാൻ പകർന്നു തരുന്നു കേട്ട. ചാടിക്കളയാട് തക്കവണ്ണം ഗുണം വരുത്തി രക്ഷിക്കാം. ശേഷം കളിച്ചവത്തിൽ ആധാരമായിട്ടാവട്ടെ സർവ്വകൂട്ട് കാര്യങ്ങളും പരിപാലിച്ച് കണ്ടെടുക്കാം. ശേഷം എങ്ങനെ വേറിട്ട് തന്ത്രിമാരുണ്ടാവും അങ്ങനെ 36,000 തന്ത്രിമാർ സമഷ്ട വഴിയായി വെക്കാവോ. ചീപള്ളി ഉപ്പള്ളി കോട്ടമദ്യം അല്ലേ തുളു 32 മലയാളം 32 ആറുശ്ശേരി 64 ഗ്രാമം 14 14 ഗോത്രം 36,000 തന്ത്രിമാരില്ലേ. അവിടെ തരണമല്ലൂരെന്നും താരമല്ലൂരെന്നും ആവട്ടെ അങ്ങനെ 36,000 തന്ത്രിമാർക്ക് സംശയ വഴിയായി വെക്കാം കേട്ടോ. അങ്ങനെ വലത്തിട്ട ബ്രഹ്മത്തിനും മുടിക്കെട്ട പുഷ്പത്തിനും മൂലപഞ്ചാക്ഷരിക്കും ഗായത്രിക്കും കോരിക്കുടിക്കുന്നതായ കഞ്ഞിക്കും വിഘ്നം വരുത്താണ് തക്കവണ്ണം ഉൾക്കരുത്തായിട്ട് ഈ സർവേശ്വരൻ എൻ്റെ ഓരകുളത്ത് ശാസ്താവും അങ്ങനെയുള്ളതായ പരമാർത്ഥത്തെങ്കിലും അവൾ പാടി പരമേശ്വരി അങ്ങനെയുള്ളതായ ഒരു കരുത്ത് കൊണ്ടും വെച്ച് പരിപാലിക്കാം കേട്ടോ. ഏവരോടും കൂടി തന്നെ പരിപാലിച്ച് കണ്ടെടുക്കാം. ഗുണം വരണം ഏറിയൊരു ഗുണം വരണം. ഗുണം വരുത്തി രക്ഷിക്കാം. ശേഷം മകനെ 3000 ഇടപാണന്മാരുണ്ടോ കൊട്ടംകുഴി ഇടപാണവൻ കട്ടർ കുമ്പടായി നക്കരവളവിലെ അങ്ങനെയുള്ള അനുഭവത്തിക്കൽ എങ്ങനെ ആരാനും ഉണ്ടാവും. അങ്ങനെ മതിയോ. ശേഷം കളിച്ചു വന്നതിൽ ആധാരമായിട്ട് സർവ്വകൂട്ട് കാര്യങ്ങൾ ചൊല്ലിക്കഴിക്കാമല്ലേ. ഇന്നത്തെ ദിവസം മുൻപേതുമായിട്ടും പൊഴുതുകൊണ്ടിരിക്കുന്നതായ മുഹൂർത്തങ്ങളൊക്കെ ധാരാളമായിട്ട് ആണ് ചെയ്തുവരെങ്കിലും ഓരംകുളത്ത് ശാസ്താവിൻ്റെ അങ്ങനെയുള്ളതായ സമക്ഷത്തിങ്കിലേക്ക് ഭഗവാൻ കൈയെടുത്തിരിക്കുന്ന പരമാർത്ഥം അങ്ങനെ ചുരുക്കി കണ്ട് താരി പിടിക്കട്ടോ. ശേഷം ഇല്ലേ ഒരു പടവിളിയെ അല്ലേ തക്കവണ്ണം ചൊല്ലിക്കഴിക്കാം ഇല്ലേ. ശേഷം 6 തിങ്കളൂരാമാര് 8,000 നഗരം തട്ടുന്നില്ലേ സമ്പ്രദായം മാണ്ടൂർ നായന്മാര് ഇല്ലേ. ശേഷം 6 തിങ്കൾ പയർമൂലൂരാമയെ കൊടുത്തു ഉണ്ടാകണ്ടു വരുവാനായിട്ട് മുൻപെട്ടാം. മാത്രം ഇങ്ങൾ ക്ഷേമത്തെയൊക്കെ ആലും എടുത്തു തരുന്നു കേട്ടോ. വെച്ച് പരിപാലിക്കാൻ ഗുണം വരുത്തി രക്ഷിക്കാൻ ഗുണം വരണം. ശേഷം അങ്ങനെ വേറിട്ട് ആരാനുണ്ടാവുക നഗരം തട്ടുന്നില്ലേ സമ്പ്രദായം മാണ്ടൂർ നായന്മാര്. ശേഷം കടകുത്തൊരാളാ വിശേഷിച്ചിട്ടും കളിച്ചവത്തിൽ ആധാരമായിട്ടാവട്ടെ കേട്ടോ. എങ്ങനെ കൈയെടുക്കാലോ. ശേഷം എൻ്റെ തന്ത്രിമാരും അല്ലെ മന്ത്രവാദിമാര് തന്ത്രിമാര് അങ്ങനെയുള്ള അനുഭവത്തിക്കൽ കഴുക്കും അല്ലെ കരിക്കും പഴുത്തിലെയും ഒക്കെ ഇതിനാലും അങ്ങനെ എടുത്തു വരുത്തിയിരിക്കുന്ന അനുഭവമാണോ കഴുത്തിരാളത്. ദ്വാദശരാശിയിൽ കണ്ട പോലെ ഇന്നിപ്പോൾ ഞങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഭൂമിയുടെ അകത്തുണ്ട്. ഇനി എടുക്കണം. അത് എടുത്താലേ നിങ്ങൾക്ക് കുടുംബത്തിന് ശ്രേയസ് അഭിവൃദ്ധി മുമ്പത്തെ ആ ഞങ്ങളെ രാജഗാംഭീര്യം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പണി. കഴിഞ്ഞിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. അതിന് ഖനനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ദൈവം എല്ലാ രീതിയിലും ഞങ്ങൾക്ക് എത്ര ശീഘ്രത്തിൽ ശക്തിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് വിഘ്നങ്ങൾ വരരുതല്ലോ അല്ലേ. എന്തൊരു പ്രതിബന്ധങ്ങൾ ഉണ്ടത്രേത് വരികിലും അതിനെയൊക്കെ തരണം ചെയ്തു പോരുവാനായിട്ടുള്ളതായ ഒരു കരുത്ത് അല്ലേ. ആ ഒരു പിടി അല്ലേ പൂർവ്വകാലത്തികൾ നിങ്ങൾ അങ്ങനെയുള്ളതായ അല്ലേ വലുതാകുന്നതായ തറവാട് ഇല്ലേ അതല്പമാത്രമായിട്ടുള്ളതായ കാലദോഷങ്ങളെ കൊണ്ടൊക്കെ ഇതിനാലും ഇല്ലേ അഗ്നിക്കിരയായിട്ടുണ്ട് എത്രയത് വരികിലും അതിൻ്റെയൊക്കെ ഇതിനാലും ഇല്ലേ മെരടിപ്പോഴും ഇല്ലേ നശിച്ചിട്ടൊന്നുമില്ല അല്ലേ മന്ത്രവാദി ഇല്ലേ. അവിടെ നിങ്ങളെന്നിരിക്കുന്നതായ ഭക്തിയാകുന്നതായ ഇല്ലേ കുടുംബാധികന്മാരെ ഏവരും ചേർന്നിട്ട് ഭക്തിയാകുന്നതായ ജലത്തെ ഒഴിക്കുക ഇല്ലേ അതിനെ തളിർപ്പിച്ചു തരണം ഇല്ലേ. അതിനുള്ളതായ ഒരു പ്രയത്നങ്ങളൊക്കെ ഇതിനാലുമാണ് പ്രാരംഭഘട്ടം എന്നിരിക്കുന്നതായ അനുഭവങ്ങളൊക്കെ ഇതിനാലും ഇല്ലേ കൂടിക്കണ്ടു. ഇനിയത്തിങ്കളൊക്കെ ഇതിനാലും ഇല്ല സർവ്വമംഗളത്തെയും എടുത്ത് പ്രധാനം തന്ന് രക്ഷിച്ചു പോരുവാനായിട്ടുള്ളതായ ഒരു മുഹൂർത്തങ്ങളൊക്കെ ഇതിനാലും ഇല്ലേ
ഞങ്ങൾ ഉണ്ടാക്കി തരണം ഇല്ലേ? അതൊരു അപേക്ഷയാണ്. അപേക്ഷയ്ക്ക് ഉപേക്ഷ വരുത്തുന്നതായ നാഥന്മാരല്ല ഞങ്ങൾ ഇല്ലേ? മന്ത്രവാദി അറിയാലോ ഞങ്ങളെ. ആവട്ടെ, എങ്കിലും ഭഗവാനോട് ഇല്ലേ പുക്കരുന്നിരിക്കുന്നതായ പരമാർത്ഥമാണ് എത്രയെന്ന് വരികിലും ഇല്ലേ, എന്തൊരു കഷ്ടതകളുണ്ട് എത്രയെന്ന് വരികിലും അതിനെയൊക്കെ അതിനാലും ഇല്ലേ പ്രയാസം കൂടാതെ തക്കവണ്ണം തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നതായ ഇല്ലേ വിധത്തിങ്കിലേക്ക് തന്നെ ചേർത്തെടുത്തു തരും കേട്ടോ. പാലാഴി മകനം അല്ലെ നടന്നു പോരുന്നതായ വേളയെങ്കിലും അല്ലെ മന്ദരത്തെ ഉയർത്തുവാനായിട്ട് കൂർമ്മമായി അവതരിച്ച ഭഗവാനാണ് ഇല്ലേ ഒരകുളത്ത് വ്യാസ്താവിന്റെ മന്ത്രവാദി. അതേ പ്രകാരം ഇല്ലേ എന്തൊരു വിഘ്നങ്ങളുണ്ട് എത്രയത് വരികിലും അതിനെയൊക്കെ അതിനാലും ഞാൻ അങ്ങനെയുള്ളതായ കരുത്ത് കൊണ്ട് തന്നെ വേണ്ടുന്നതായ അനുഭവത്തിങ്ങൾ കാട്ടിച്ചു തരാം കേട്ടോ. സങ്കടങ്ങളൊന്നും വേണ്ട, പരിപാലിച്ച് കണ്ടെടുക്കാൻ ശേഷം ഇങ്ങനെ ക്ഷീരം അനുഭവിക്കട്ടെ. ആയതുകൊണ്ട് ഇതിന് വേറിട്ട് ചോദ്യങ്ങൾ ഉണ്ടാ ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? ഭക്തിയാകുന്നതായ വണ്ണം തന്നെ സർവേശ്വരന് പകർന്നു തന്നിരിക്കുന്നതായ അല്ലെ കരം പകർച്ചയായിട്ട് തന്നിരിക്കുന്നതായ വസ്തുവാണ്. എടുത്ത് അനുഭവിക്കട്ടെ. എൻ്റെ ഓരംകുളത്ത് ശാസ്താവ് അങ്ങനെയുള്ളതായ അനുഭവത്തികൾ നിന്നിട്ടും ഈ മണ്ണിനകത്തോട് മുൻപിതമായിട്ടും എടുത്ത് അനുഭവിക്കുന്നത് പാല് കുടിച്ചതായ ദിക്കുകൾ പശുവർണ്ണത്തെ പറയിക്കാട് തക്കവണ്ണമില്ലേ. രണ്ട് കൊമ്പും തലയുള്ളതായ വസ്തുവിനും കുഞ്ഞുകിടാങ്ങൾക്കും ഉഭയങ്ങൾക്കും ഉൽപ്പത്തിക്കും ക്ഷേമത്തെയൊക്കെ നാലും എടുത്തു അത് വരുവാനായിട്ടുണ്ട് ശേഷം അനുഭവിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടോ അല്പമാത്രമാകുന്നതായ മൊഴികളൊക്കെ ഉണ്ടോ എടുത്തനുഭവിക്കാമല്ലേ? അതുകൊണ്ട് ഇല്ലേ ഭഗവാന്റേതാകുന്നതായ കുച്ചിക്കകത്ത് ഇല്ലേ അല്പമാത്രമാകുന്നതായ 5 കരിക്കിൻ്റെതായ തണ്ണീർദാഹത്തെ കൊണ്ടെങ്കിലും സന്തുഷ്ടപ്പെടുത്തി പോരണം. പന്തീരത്തിൻ്റെതായ ഗജത്തെ കണ്ടാൽ അല്പമാത്രമാകുന്നതായ ഒരു വെള്ളരിക്ക കൊടുത്തെങ്കിലും സന്തുഷ്ടപ്പെടുത്തണമില്ലേ? അങ്ങനെയുള്ളതായ അനുഭവം ഉണ്ട്. എത്രയും പേരെങ്കിലും ഭഗവാന് കരം പകർച്ചയായിട്ട് തന്നിരിക്കുന്നതായ അനുഭവം എടുത്തനുഭവിക്കട്ടെ. ഇതിന്റെ പുണ്യം നശിക്കാണ്ട് തക്കവണ്ണം എൻ്റെ തളീരപ്പൻ അനുഗ്രഹം കൊണ്ടും ഓരക്കുളത്ത് ശാസ്താവക്കരുള്ളതായ കടാക്കൻ വീക്ഷണം കൊണ്ടും പരിപാലിച്ച് കണ്ടെടുക്കാം. എങ്ങനെ പൂർണ്ണമായ കഴുത്തിരാള ശേഷം എങ്ങനെ അതുകൊണ്ട് സന്തോഷമായി എല്ലായിടം ശോഭിച്ചതും പരമാർത്ഥം തറവാടും നിലകളും ഒക്കെ നാലും പരിപാലിച്ച് കണ്ടെടുക്കാം. അവിടെ കുടിപ്പിച്ചു ധന്യം ധരീമൂർത്തിയാകുന്നതായ ഭഗവാൻ അങ്ങനെ എടുത്തു തന്നിരിക്കുന്നതായ പരമാർത്ഥം പരശുരാമ അല്ലെ അവതാരകാലത്ത് അങ്ങനെ ഭൂകമ്പം തീർത്തെടുത്തിരിക്കുന്നതായ കനകചൂർണമാണ് എത്രയെങ്കിലും അതിന്റെ പുണ്യം നശിക്കാണ്ട് തക്കവണ്ണം ഏവരും സ്വീകരിപ്പാറാവട്ടെ കേട്ടോ. തിരുമുടിക്കെട്ട് കീഴോട്ട് തടവുമാറാവട്ടെ. അവിടെ എന്തൊരു മഹാവ്യാധികൾ വന്ന് അണിക്കകം പൊക്കുന്നുണ്ട് എത്രയെങ്കിലും അതിനെയൊക്കെ ആരും ദൂരീകരിച്ചിട്ട് ക്ഷേമത്തെ എടുത്തു തരാം. ഗുണം വരുത്തി രക്ഷിക്കാം കേട്ടോ. ഗുണം വരണം പരിപാലിച്ച് കണ്ടെടുക്കാം. ഇങ്ങനെ വേറിട്ടുണ്ട് അനുഭവം ഉണ്ടോ? ഒരാളാ മാറാവട്ടെ അവിടെ പരിപാലിച്ച് കണ്ടെടുക്കുവാനായിട്ടുണ്ട്. എങ്ങനെ ശേഷം പൂർണ്ണമായ അതുകൊണ്ട് ശേഷം എങ്ങനെ കളിച്ചവന്തലാധാരമായിട്ട് കൈയെടുക്കട്ടോ സർവേശ്വരൻ ഇല്ലേ? ഇനി എന്നാണോ നമ്മൾ അങ്ങനെയുള്ളതായ അനുഭവത്തിങ്കൾ ഇല്ലേ ഈ സ്ഥലം മുൻപേതുമായിട്ടും ഒന്ന് കൂടിക്കണ്ടു പോരുന്നത് അത്ര വരേക്കും മത്സരാദികൾ വന്ന് ഭവിക്കാട് തക്കവണ്ണം സത്താമാതൃക സ്വരൂപനാകുന്നതായ വൈകുണ്ഠ സാക്ഷിയും എൻ്റെ ഓരംകുളത്ത് ശാസ്താവും ഇല്ലേ അവൾ പാടിപ്പരമേശ്വരി അങ്ങനെയുള്ളതായ കരുത്ത് കൊണ്ടും വച്ച് പരിപാലിക്കാം കേട്ടോ. ശേഷം അങ്ങനെ മന്ത്രവാദിമാരെ തന്ത്രിമാരെ ശേഷം മഹാലോകരെ ഇവരോടും കൂടി തന്നെ കൈയെടുക്കട്ടോ ഭഗവാൻ. ശേഷമുണ്ടല്ലോ കണ്ടുപോരുവാനായിട്ട് അപ്പോൾ
മന്ത്രവാദി? സന്തോഷം തന്നെയാണോ മന്ത്രവാദി? സന്തോഷം തന്നെയല്ലേ മന്ത്രവാദി? ക്ഷേമം ഉണ്ടാവണം അല്ലേ? ആത്മാവും ശരീരവും അല്ലേ കുളിർക്കണം അല്ലേ മന്ത്രവാദി? ഇങ്ങനെ പലതാകുന്നതായ പരമാർത്ഥത്തിൽ നിന്നിട്ടും ഇല്ലേ 36,000 തന്ത്രിവാര്യന്മാരിന്നിരിക്കുന്നതായ ഇല്ലേ ഇല്ലും മണ്ണും മനെ ആധാരമായിട്ടും അങ്ങനെ പറച്ചു തട്ടിരിക്കുന്നതായ പരമാർത്ഥങ്ങൾ തന്നെ ഇല്ലേ കുണ്ടാർ വിഷ്ണുദേവന്റെ മന്ത്രവാദി? എങ്ങനെ ഇല്ലും മണ്ണും മനെ ആധാരമായിട്ടും കുഞ്ഞുകിടാങ്ങൾക്കും ഉഭയങ്ങൾക്കും ഉൽപ്പത്തിക്കെല്ലാം എങ്ങനെ ക്ഷേമമുണ്ടാ? ക്ഷേമക്കൊടിക്ക് വാട്ടം വന്ന് ഭവിച്ചുവാ? ക്ഷേമം തന്നെ ഇല്ലേ? ഇല്ല മൂലത്തിങ്കൽ പരാശക്തിയായിട്ടും ഇല്ലേ ശ്രീചക്രമത്തിയെ വിളങ്ങി നിൽക്കുന്നതായ ഇല്ലേ ആ ഒരു കുണ്ടലിനി ശക്തിയുടേതാകുന്നതായ കരുത്തുകൊണ്ടും ധന്യമായിരിക്കുന്നതായ ജന്മങ്ങൾ തന്നെ വിശേഷമായിട്ടും വൈകുണ്ഠ സാക്ഷിയാകുന്നതായ നാരത്തിങ്കൽ നയനം ചെയ്തിരിക്കുന്നതായ ഈ നാരായണന്റെ കടാക്ഷ വീക്ഷണം അത് തന്റെ ജീവിതത്തിങ്കൽ തുണയായിട്ടുണ്ടില്ലേ വിഷ്ണുദേവന്റെ മന്ത്രവാദി? എന്റേതാകുന്നതായ തിരുമുടിക്കും ഇതേ ഉയർന്നിരിക്കുന്നതായ കരങ്ങളാണത്രേത് വരികിലും ഇന്നേവരേക്കും ഏതൊരു കളത്തിക്കലായാലും അവിടെ ചാടിക്കളഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ എന്തിരിക്കുന്നതായ മനസ്സെന്തിരിക്കുന്നതായ ആത്മക്ഷേത്രത്തിനകത്തേക്ക് ഭഗവാനെ ഒന്ന് ചേർത്ത് വെക്കുമാറാവട്ടെ കേട്ടോ. അവിടെ ചാടിക്കളയാടെ തക്കവണ്ണം അഷ്ടൈശ്വര്യത്തെയും എടുത്ത് പ്രധാനം തന്നി രക്ഷിച്ചു പോരുവാനായിട്ട് ഈ വൈകുണ്ഠ സാക്ഷിയുടെ ഗുണം വരുത്തി രക്ഷിക്കാം, ഗുണം വരണം, ഗുണം വരുത്തി രക്ഷിക്കാം, ഗുണം വരണം, ഗുണം വരണം. ശേഷം ഓരംകുളത്തി ആസ്ഥാപിച്ച മന്ത്രവാദി എന്നായിരിക്കട്ടെ സന്തോഷം കേട്ടോ മന്ത്രവാദി? ചൊല്ലിത്തന്നിരിക്കുന്നതായ പരമാർത്ഥങ്ങളൊക്കെ ഞാനും തന്നെയാണ് ഇല്ലേ മന്ത്രവാദി? സന്തോഷം തന്നെ കേട്ടോ. അതുകൊണ്ട് സത്താമാത്ര സ്വരൂപനാകുന്നതായ ഈ ഇല്ലേ സർവേശ്വരാങ്കനുള്ളതായ കടക്കൺ വീക്ഷണം കൊണ്ട് നിങ്ങളേവരെയും ഇല്ലേ ചാടിക്കളയാട് തക്കവണ്ണം വെച്ച് പാർവത്തും മടിക്കൽ തന്നെ പോറ്റി പൊലിച്ച് രക്ഷിച്ച് പരിപാലിച്ചു പോരുവാനായിട്ടുണ്ട് കേട്ടോ. ചാടിക്കളയില്ല ശേഷം കൊണ്ട് കണ്ടുപോരുവാനായിട്ട് അവിടെ ആവട്ടെ. ഗുണം വരുത്തി രക്ഷിക്കാം, ഗുണം വരണം. ശേഷം വാരിക്കണ്ടപ്പല്ലേ എന്തിനാ ശേഷം പൈത്തൊട്ടി തന്ത്രി നന്നായിരിക്കട്ടെ സന്തോഷം ഇല്ലേ പല കളങ്ങളിൽ നിന്നിട്ടും എടുത്തു തന്നിരിക്കുന്നതായ ചൊല്ലി തന്നിരിക്കുന്നതായ ഭാഗ്യങ്ങളും യോഗങ്ങളും തന്നെ ഇല്ലേ അതിന്റെ വരേക്കും നശിക്കാണ് തക്കവണ്ണം ഭാഗ്യ യോഗ്യ സൗഖ്യ സായുജ്യാദി ഗുണഗണങ്ങളെ കൊണ്ട് നിങ്ങൾ എന്നിരിക്കുന്നതായ മനുഷ്യജന്മത്തെയൊക്കെ അതിനാലും ഇല്ലേ വെച്ച് പരിപാലിച്ചിട്ടുണ്ടെന്നേവരേക്കും ചാടിക്കളയാട് തക്കവണ്ണം തന്നെ മാറോട് ചേർത്ത് രക്ഷിച്ചു പോരുവാനായിട്ട് അഷ്ടൈശ്വര്യത്തെയും പ്രധാനം ചെയ്ത് രക്ഷിക്കാം കേട്ടോ. ഗുണം വരുത്തി രക്ഷിക്കാം, ഗുണം വരണം. ശേഷം അങ്ങനെ വേറിട്ട് തന്ത്രിമാരുണ്ട സമഷ്ടയുടെ വെക്കുന്നത് കേട്ടോ. 36,000 തന്ത്രിമാർക്ക് ക്ഷേമത്തെ എടുത്തു കൊടുക്കണം. ഗുണം വരണം, ഗുണം വരണം, ഗുണം വേണം, ഗുണം വരണം. ശേഷം അങ്ങനെ 3000 മാനങ്ങളുള്ള അനുഭവത്തികൾ ആരാനുണ്ടോ കണ്ടുപോരുവാനായിട്ട്